സ്റ്റോപ്പ് സ്ക്രോളിംഗ് ആൻഡ് യൂസ് യുവർ ഐഫോൺ വൈസ്ലി. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളിപ്പം നിങ്ങളുടെ ഐഫോൺ മേടിച്ചിട്ട് ഒരുപാട് വർഷമൊക്കെയാണ്, ചിലപ്പോൾ പുതിയ ആൾക്കാരൊക്കെ എന്തായാലും നിങ്ങൾ ഐഫോൺ നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചാൽ ഒന്നോ രണ്ടോ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. 15 നേരെ 18ലേക്ക്, 18 നേരെ ജമ്പ് ചെയ്ത് 26ലേക്ക്. അവിടെ നിങ്ങൾക്ക് ലിക്വിഡ് ഗ്ലാസ് ഡിസൈൻ കിട്ടി. നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? അല്ലെങ്കിൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ, കാരണം നിങ്ങൾ ഫോഴ്സ്ഫുൾ എയിലേക്ക് പ്രഷർ ചെയ്യപ്പെട്ടു. അത് നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും വരുത്താനും പറ്റില്ല. സോ ഓരോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ GB ഡാറ്റ ഉപയോഗിച്ചാണ് അത് അപ്ഡേറ്റ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഇത് ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തൊക്കെ ബൈ ഡിഫോൾട്ട് സെറ്റിംഗ്സ് വന്നു, അതാണ് നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത്രയും കാര്യമായിട്ട് ഞാനും ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെങ്ങനെ മാറ്റിയെടുക്കാന്നുള്ള ആലോചിച്ചിട്ടാണ് ഈ സെറ്റിംഗ്സ് ട്രൈ ഔട്ട് ചെയ്തത്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിന് ഇപ്പൊ തന്നെ എന്ത് ചാനൽ ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. സോ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫോണൊക്കെ സൈഡാക്കി വെച്ചിട്ട് വീക്കെൻഡ് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴേക്കും എല്ലാം അടിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ടാപ്പ് ചെയ്ത് നോക്കും. സ്മൂസ് ആവാന്നുള്ള ബട്ടൺ അല്ലാതെ വേറെ ബട്ടൺ ഒന്നും കാണില്ല. അപ്പൊ നിങ്ങൾ സ്ലൈഡ് ചെയ്ത് ഓഫ് ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ മാറ്റാന്നുള്ളത് ഞാൻ പറഞ്ഞു. സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റിയിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ആക്സസിബിലിറ്റിയിൽ നിങ്ങൾക്ക് ടച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ടച്ച് കയറിയതിനു ശേഷം ഏറ്റവും ലാസ്റ്റിൽ പ്രിഫർ സിംഗിൾ ടച്ച് ആക്ഷൻ എന്നുള്ള ഒരു ടോഗിൾ ഇനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ അലാം അടിയുന്ന സമയം ഈസി ആയിട്ട് ഇതേപോലെ ടാപ്പ് ചെയ്തിട്ട് സുഖമായിട്ട് കിടന്നണം. സോ ഇങ്ങനെയുണ്ട് ഈ ഒരു ടിപ്പ്. ഈ സൈഡിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഒരു ഐക്കണില്ല, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ ഹവർ ചെയ്യുന്ന സമയത്ത് ഒരു ടെക്സ്റ്റ് എന്തിനാണ് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഇതിന്റെ അതിൽ കൂടെ ഹവർ ചെയ്യുമ്പോൾ ഏത് ആപ്പിന്റെ ആണ്, എന്താണ് അവിടെ ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഏത് സിറ്റുവേഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. എങ്ങനെ എനേബിൾ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ അതിനായിട്ട് സെറ്റിംഗ്സ് ചെല്ലുക. സെറ്റിംഗ്സ് ചെയ്തിട്ട് ആക്സസിബിലിറ്റി കയറിയിട്ട് ഇവിടെ ഹവർ ടെക്സ്റ്റ് ഉള്ളതുണ്ടാവും. നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ സ്ക്രോൾ സ്പീഡും ഫോൺ സൈസും എല്ലാം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഓൺ ചെയ്താണ്. അപ്പം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞുതരാം ഫീച്ചർ നിങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടി ഇപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ. അതേപോലെ നെക്സ്റ്റ് പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് മോഷനിൽ ചെന്ന് കഴിഞ്ഞാൽ വെഹിക്കിൾ മോഷൻ ക്രൂസ് എന്നിട്ടൊരു ഇത് കാണാം. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെ സ്ക്രീനിൽ കുറെ ഡോട്ട്സ് കാണാൻ പറ്റും. ഇതിലേക്ക് കാറിലൊക്കെ കയറി കഴിഞ്ഞാൽ വെഹിക്കിളിന്റെ മോഷൻസ് ഈ ഡോട്ട്സ് ഒക്കെ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. ഡോട്ട്സ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കണ്ണ് അതിലേക്ക് ഫോക്കസ് പോകും. അപ്പൊ അതിന്റെ പിന്നെ ഒരു സയൻസ് ഉണ്ട്. തലവേനയൊക്കെ ഒരു ഫോൺ യൂസ് ചെയ്യാം. അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഐ സ്ട്രെയിൻ കുറയ്ക്കാനൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ സെന്ററിൽ ഇവിടെ ഷോർട്ട് കട്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫോൺ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് അതിന്റെ പ്രിവ്യൂ ഇതേപോലെ ഫുൾ സ്ക്രീൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര അനോയിങ് ആയിട്ടായിരിക്കും. അതെങ്ങനെ മാറ്റാനുള്ള ഞാൻ പറഞ്ഞു. നിങ്ങൾ നേരെ സെറ്റിംഗ്സിൽ വരിക, എന്നിട്ട് ഇവിടെ ജനറലിൽ വരിക. ജനറലിൽ വന്നിട്ട് ഇവിടെ നേരെ സ്ക്രീൻ ക്യാപ്ചറിൽ വന്നിട്ട് ഫുൾ സ്ക്രീൻ പ്രിവ്യൂ ഓൺ ആയിരിക്കും. ഇത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് സൈഡിലേക്ക് പ്രിവ്യൂ വരും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിലേക്ക് മാറ്റാം. അത്രയും. സോ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിൽ പലതരം കസ്റ്റമൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഐഫോൺ യൂസർ ആയ ചങ്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാനും കൂടാനും മറക്കണ്ട. സോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറുമായിട്ട് അടുത്ത ദിവസം